71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേയിലെ പ്രകടനത്തിന് റാണി മുഖർജി മികച്ച നടിയായും 12th ഫെയിലിലെ അഭിനയത്തിന് വിക്രാന്ത് മാസി മികച്ച നടനായും തെരഞ്ഞെടുക്കപ്പെട്ടു. ചലച്ചിത്ര പ്രേമികൾ ഒന്നാകെ കൈയടിച്ച് സ്വീകരിച്ച തീരുമാനങ്ങളായിരുന്നു ഇവ. എന്നാൽ ജവാൻ എന്ന സിനിമയിൽ വിക്രം റാഠോർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ഷാരൂഖ് ഖാൻ മികച്ച നടനായി മാറി. എല്ലാവരെയും അമ്പരപ്പിച്ച സർപ്രൈസ് എൻട്രിയായിരുന്നു SRKയുടേത്. സാധാരണക്കാർക്കിടയിൽ ഈ തീരുമാനത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു. ചിലർക്ക് ജൂറി ചെയർമാൻ അശുതോഷ് ഗോവാരിക്കറിന്റെ അഭിപ്രായമായിരുന്നു. ഷാരൂഖ് ഖാന്റെ പവർ ഹൗസ് പ്രകടനം മികച്ചതാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ മമ്മൂട്ടിയുടെ കാതൽ, വിക്കി കൗശാലിന്റെ സാം ബഹദൂർ, രൺബീർ കപൂറിന്റെ ആനിമൽ എന്നിവയെ കവച്ചു വെക്കുന്ന എന്ത് പ്രകടനമാണ് SRK നടത്തിയതെന്നായിരുന്നു ചിലരുടെ ചോദ്യം. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, മികച്ചത് മോശം എന്നിവ അളക്കുന്നതിന് അൾട്ടിമേറ്റായ ഒരു മാനദണ്ഡവും എവിടെയും നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. 33 വർഷം നീണ്ട ഷാരൂഖ് ഖാന്റെ സിനിമാ ജീവിതത്തിനിടെ പല മികച്ച പ്രകടനങ്ങളും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് 2 തവണയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് നഷ്ടമായത്. ഫൈനൽ റൗണ്ട് വരെ എത്തിയ മറ്റ് മികച്ച പ്രകടനങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലുണ്ട്. ഉദാഹരണത്തിന് 2004 പുറത്തിറങ്ങിയ സ്വദേശിലെ പ്രകടനം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ ജൂറി ചെയർമാനായ അശുതോഷ് ഗോവാരിക്കറായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. ഷാരൂഖിൻ്റെ കരിയറിലെ തന്നെ മികച്ച ചിത്രങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന സിനിമയാണിത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ നാസ ശാസ്ത്രജ്ഞനായ മോഹൻ ഭാർഗവ് എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അമേരിക്കൻ പൗരത്വം വാങ്ങി അവിടെ തന്നെ ഒരു സുഖജീവിതം നയിക്കാമെന്ന് വിചാരിച്ച മോഹന് അവിചാരിതമായ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് എത്തേണ്ടി വരുന്നു. തുടർന്ന് ജന്മനാടും നാട്ടുകാരും എങ്ങനെയാണ് അയാളെ സ്വാധീനിക്കുന്നതെന്നുള്ളതാണ് ഈ ചലച്ചിത്രത്തിൻ്റെ പ്രമേയം. ഇന്നും പ്രസക്തമായ വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. ഒരു NRIയുടെ മനസ്സിലെ സങ്കീർണമായ ചിന്താധാരകളും അയാളിലെ മാറ്റങ്ങളും മികച്ച രീതിയിൽ തന്നെ ഷാരൂഖ് സ്ക്രീനിൽ അവതരിപ്പിച്ചു. ലൗഡല്ലാതെ വളരെ സട്ടിലായ അഭിനയ മുഹൂർത്തങ്ങളാണ് ഈ സിനിമയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഷാരൂഖ് നിരന്തര വിമർശനങ്ങൾ നേരിട്ട സ്ഥിരം മാനറിസങ്ങളും ഈ സിനിമയിൽ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. 52ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ മികച്ച നടനുള്ള അവാർഡ് ഈ സിനിമയിലൂടെ SRK നേടുമെന്ന് സിനിമാ പ്രേമികൾ ഒന്നടങ്കം വിധിയെഴുതിയിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഹം തും എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സെയ്ഫ് അലി ഖാന് അവാർഡ് ലഭിച്ചത്. നിരവധി വിമർശനങ്ങളും ഈ തീരുമാനത്തിന് പിന്നാലെ ഉണ്ടായി. സെയ്ഫ് അലി ഖാന്റെ അമ്മ ഷർമിള ടാഗോർ ജൂറി ചെയർപേഴ്സൺ ആയതിനാലാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് അന്നുയർന്ന പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും അന്ന് ഫൈനൽ റൗണ്ടിൽ ഷാരൂഖ് ഖാന് പുരസ്കാരം നഷ്ടമായി. ഷാരൂഖിന്റെ മറ്റൊരു മികച്ച പ്രകടനം 2010 പുറത്തിറങ്ങിയ മൈ നെയിം ഈസ് ഖാനിലേതായിരുന്നു. കരൺ ജോഹർ സംവിധാനം ചെയ്ത വളരെ വ്യത്യസ്തമായൊരു ചിത്രമായിരുന്നു ഇത്. റിസ്വാൻ ഖാൻ എന്ന ഓട്ടിസം ബാധിതനായ കഥാപാത്രത്തെയാണ് ഷാരൂഖ് ഖാൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. 9/11 അറ്റാക്കിന് ശേഷം അമേരിക്കയിൽ മുസ്ലിം മതസ്ഥർ നേരിടേണ്ടി വന്ന വിവേചനങ്ങളും ആക്രമണങ്ങളുമായിരുന്നു ഈ ചിത്രത്തിൻ്റെ പ്രമേയം. മനസ്സ് തുറന്ന് ചിരിക്കാനും കരയാനും കഴിയാത്ത, മഞ്ഞ നിറം കാണുമ്പോൾ ഭയക്കുന്ന റിസ്വാൻ എന്ന ഭിന്നശേഷിക്കാരനെ SRK അവിസ്മരണീയമാണ്. ഒന്ന് പാളിയിരുന്നെങ്കിൽ നിരവധി വിമർശനങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടായിരുന്ന പ്രകടനമായിരുന്നു ഇത്. എന്നാൽ ഒരു കുറ്റത്തിനും അദ്ദേഹം ഇടവരുത്തിയില്ല. 58ാമത് ദേശീയ അവാർഡിൻ്റെ ഫൈനൽ റൗണ്ട് വരെ എത്തിയെങ്കിലും അന്ന് ഷാരൂഖിന് മത്സരിക്കേണ്ടി വന്നത് ആടുകളത്തിലെ ധനുഷിനോടും ആദാമിൻ്റെ മകൻ അബുവിലെ സലീം കുമാറിനോടുമായിരുന്നു. കരിയർ ബെസ്റ്റ് പ്രകടനം കാഴ്ചവെച്ചിട്ടും നിരവധി പ്രശംസ നേടിയിട്ടും അന്നും അദ്ദേഹം പരാജയം രുചിച്ചു. ഇവയല്ലാതെ ചക് ദേ ഇന്ത്യ, ദേവദാസ്, ഫാൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനങ്ങളും ദേശീയ അവാർഡിന് പരിഗണിച്ചിട്ടുണ്ട്. ഡർ, ബാസിഗർ, ദിൽസെ, വീർ സര എന്നിങ്ങനെ ഷാരൂഖിലെ അഭിനയ പ്രതിഭയെ പ്രേക്ഷകർക്ക് കാണാനായ മറ്റ് നിരവധി സന്ദർഭങ്ങളുമുണ്ട്. ഇവയ്ക്കൊന്നും ലഭിക്കാത്ത മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ജവാനിലൂടെ ഷാരൂഖ് ഖാന് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് പോലും അത്ഭുതം തോന്നിയേക്കാം. പല അവിസ്മരണീയമായ ഗാനങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിലും AR റഹ്മാന് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ജയ് ഹോ എന്ന പാട്ടിനാണ്. മികച്ച ഗാനങ്ങൾ മറ്റ് പലതുണ്ടായിട്ടും ഒരു ഇന്ത്യൻ സിനിമയും ഗാനവും ഓസ്കാർ വേദിയിൽ തിളങ്ങിയത് RRRലെ നാട്ടുനാട്ടുവിലൂടെയാണ്. ശാന്തുപൊട്ട്, കുഞ്ഞിക്കൂനൻ എന്നിങ്ങനെ പല മികച്ച പ്രകടനങ്ങൾ തഴയപ്പെട്ട് ദിലീപിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതിയിലൂടെയായിരുന്നു.
എന്നാൽ AR റഹ്മാന്റെ മികച്ച ഗാനം ജയ്ഹോയാണെന്ന് ആരും പറയാൻ സാധ്യതയില്ല. 2022 മികച്ച ഇന്ത്യൻ ഗാനം നാട്ടു നാട്ടു ആണെന്ന് സംഗീത പ്രേമികൾക്കും അഭിപ്രായം കാണില്ല. ദിലീപ് ആരാധകരുടെ ഇഷ്ടപ്പെട്ട 10 ചിത്രങ്ങളിൽ ഒന്നുപോലും ആകില്ല വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. ജവാൻ ചിലപ്പോൾ ഷാരൂഖ് ഖാന്റെ കരിയറിലെ മികച്ച പ്രകടനമാകില്ല. എന്നാൽ 33 വർഷത്തെ കരിയറിൽ അദ്ദേഹം ഒരു ദേശീയ പുരസ്കാരം അർഹിച്ചിരുന്നു. ഈ കാര്യത്തിൽ വിമർശകർക്ക് പോലും മറ്റൊരു അഭിപ്രായം കാണില്ല.